കാവേരി നദി കടലിൽ ചേരുന്ന പൂംബുഹാർ എന്ന മനോഹരമായ തുറമുഖ നഗരത്തിലാണ് കഥ തുടങ്ങുന്നത്. അവിടെയുള്ള പ്രമുഖ വ്യാപാരികളുടെ മക്കളായ കോവലനും കണ്ണകിയും തമ്മിലുള്ള വിവാഹം വലിയ ആഘോഷമായി നടന്നു. ഗുണവതിയായ കണ്ണകിയും സ്നേഹനിധിയായ കോവലനും കുറച്ചുകാലം സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ നഗരത്തിലെ പ്രശസ്ത നർത്തകിയായ മാധവിയെ കണ്ടുമുട്ടിയതോടെ കോവലൻ്റെ ജീവിതം മാറിമറിഞ്ഞു. മാധവിയുടെ കലയിലും സൗന്ദര്യത്തിലും മയങ്ങിയ കോവലൻ തൻ്റെ പ്രിയപ്പെട്ട പത്നിയെയും കുടുംബത്തെയും മറന്നു. കൈവശമുണ്ടായിരുന്ന സമ്പത്തെല്ലാം മാധവിക്കായി ചിലവഴിച്ച കോവലൻ ഒടുവിൽ ദരിദ്രനായി തീർന്നു. ആ സമയത്ത് മാധവിയുമായി ഉണ്ടായ ചെറിയൊരു പിണക്കത്തെ തുടർന്ന് മനസ്സുനൊന്ത് അവൻ വീണ്ടും കണ്ണകിയുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. ഒന്നും ശേഷിക്കാത്ത ഭർത്താവിനെ കണ്ണകി കുറ്റപ്പെടുത്തിയില്ല. പകരം അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ തൻ്റെ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ച ചിലമ്പുകളിൽ ഒന്ന് അവൾ ഊരി നൽകി. അത് വിറ്റ് പുതിയൊരു കച്ചവടം തുടങ്ങാനായി അവർ മധുര നഗരത്തിലേക്ക് തിരിച്ചു. മധുരയിലെത്തിയ കോവലൻ ചിലമ്പ് വിൽക്കാനായി ചന്തയിലേക്ക് പോയി. നിർഭാഗ്യവശാൽ അക്കാലത്ത് പാണ്ഡ്യ രാജാവായ നെടുംചെഴിയൻ്റെ രാജ്ഞിയുടെ ഒരു ചിലമ്പ് കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ അത് മോഷ്ടിച്ചത് കൊട്ടാരത്തിലെ തട്ടാനായിരുന്നു. തൻ്റെ കുറ്റം മറയ്ക്കാൻ തട്ടാൻ കോവലനെ കരുവാക്കി. കണ്ണകിയുടെ ചിലമ്പുമായി നിൽക്കുന്ന കോവലനെ കണ്ട തട്ടാൻ ഇവനാണ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതെന്ന് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. വേണ്ടത്ര അന്വേഷണം നടത്താതെ രാജാവ് കോവലനെ വധിക്കാൻ ഉത്തരവിട്ടു. അധികം വൈകാതെ നിരപരാധിയായ കോവലൻ കൊല്ലപ്പെട്ടു. തൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ കണ്ണകി ഉന്മാദിനിയെപ്പോലെ രാജസഭയിലേക്ക് ഓടിയെത്തി. നീതിയുടെ കാവൽക്കാരനാകേണ്ട രാജാവ് തൻ്റെ ഭർത്താവിനെ കൊന്നത് അന്യായമാണെന്ന് അവൾ വിളിച്ചു പറഞ്ഞു. രാജ്ഞിയുടെ ചിലമ്പിനുള്ളിൽ മുത്തുകളാണെന്നും തൻ്റെ ചിലമ്പിനുള്ളിൽ പവിഴങ്ങളാണെന്നും അവൾ തെളിവ് നിരത്തി. സഭാമധ്യത്തിൽ വച്ച് കണ്ണകി തൻ്റെ ചിലമ്പ് എറിഞ്ഞുടച്ചു. അതിൽ നിന്ന് പവിഴങ്ങൾ തെറിച്ചു വീണപ്പോൾ രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. ഞാനല്ല രാജാവ്, ഞാനാണ് കള്ളൻ എന്ന് വിലപിച്ചുകൊണ്ട് രാജാവ് സിംഹാസനത്തിൽ നിന്ന് വീണു മരിച്ചു. രാജ്ഞിയും അപ്പോൾ തന്നെ ജീവൻ വെടിഞ്ഞു. പക്ഷേ കണ്ണകിയുടെ കോപം അവിടെയെങ്ങും അടങ്ങിയില്ല. അനീതിക്ക് കൂട്ടുനിന്ന മധുര നഗരം ഇനി നിലനിൽക്കരുത് എന്ന് ശപിച്ചുകൊണ്ട് അവൾ തൻ്റെ ഇടത്തെ മുല പറിച്ചെറിഞ്ഞു. മധുര നഗരം ആളിപ്പടരുന്ന തീയിൽ വെന്തുരുകി. ഒടുവിൽ ചേരനാട്ടിലെ മലനിരകളിലേക്ക് യാത്ര തിരിച്ച കണ്ണകി അവിടെ വെച്ച് സ്വർഗസ്ഥയായി എന്നാണ് ചരിത്രം പറയുന്നത്. സ്നേഹത്തിൽ തുടങ്ങി വഞ്ചനയിലൂടെ കടന്ന് കഠിനമായ നീതിക്കായി അവസാനിച്ച ഒരു കണ്ണീർ ചിത്രമാണ് ചിലപ്പതികാരം.